നിങ്ങൾ കുറേ കാലമായി ജോലി അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉള്ള ജോലി മാറാൻ വേണ്ടി നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഇതെന്താണ് പ്രശ്നം എന്നറിയോ? അത് ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം നിങ്ങൾക്ക് ഒരു ജോലി മാറാൻ പറ്റാത്ത കിട്ടാത്തതിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ? അതുകൊണ്ടല്ല കിട്ടാത്തത്. അതെന്താണെന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യണത്. ഞാൻ കുറേ കാലമായി വീഡിയോ യൂട്യൂബിൽ ചെയ്തു തുടങ്ങണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ എനിക്കതിന് പറ്റിയിട്ടില്ല. അത് ഇപ്പം മുതൽ ഫ്രീ ആണ്. അത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അംബ്രാസ് KT, നെറ്റ് ഹോൾഡറാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡെക്സ് ലൈഫ് സ്കൂളിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഞാൻ എന്താ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു ജോലി എന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമായിട്ട് കാണാം. ഈ ഗോളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകൾ കിടക്കാണ്ട്. അത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ വേണ്ടി പറ്റൂല. നമുക്ക് എന്ത് ചെയ്യാം, കേസ് ടു ഓരോന്ന് എടുത്തെടുത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഒരു സെൽഫ് അസസ്മെന്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മൾ നോക്കണം. കാരണം ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജുകളുടെ ഒരു ജോലി വേണം, ജോലി നോക്കുന്നുണ്ട് എന്നൊക്കെ. ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിനക്ക് എന്ത് ജോലിയാണ് വേണ്ടത്, നിനക്ക് എന്താണ്? അപ്പോൾ അതിനൊന്നും ആൻസർ ഉണ്ടാവില്ല. ഇപ്പോൾ ജോലിൻ്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടോ, എവിടെ ജോലി ചെയ്യണമെന്നോ, എത്ര സാലറി വേണമെന്നോ, അതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്നവർക്ക് ജോലി വേണമെന്നുണ്ട്. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പേഴ്സണലി വരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചെങ്കിൽ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സെൽഫ് അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള കേട്ടോ. നിങ്ങൾക്കൊരു സ്കിൽസ് ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാർക്കും സ്കിൽ ഉണ്ടാവും. ചിലർ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം, ചിലർ ക്രിയേറ്റിവിറ്റിയെ കാര്യം, ചില ക്രിട്ടിക്കൽ തിങ്കിങ് കാര്യം, വാട്ടെവർ. നിങ്ങൾക്കൊരു സ്കിൽസ് ഉണ്ട്. ആദ്യം ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം. നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ അതിൽ അടിപൊളിയാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഞാൻ അതിൽ അടിപൊളിയാന്നുള്ളത്. അത് എഴുതി വെക്കാനാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കൊക്കെ ടൈം നോക്കാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ചിലർക്ക് സിനിമ കാണലാക്കാരം, ചിലർക്ക് ഫുഡ് കഴിക്കലാക്കാരം, ചിലർക്ക് യാത്രക്കാരം, ചിലർക്ക് മ്യൂസിക് ആക്കാരം, ചിലർക്ക് വണ്ടികളാക്കാരം, ചിലപ്പോൾ ടെക് ആക്കാരം, വാട്ടെവർ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയ ഒരു സംഭവം ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത്. തേർഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരു വാല്യൂസ് ഉണ്ടാവും. ഞാൻ എന്തെന്നായാലും ഇന്ന പരിപാടി ചെയ്യൂല, അല്ലെങ്കിൽ ഇന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യൂല. നിങ്ങൾക്ക് ആ രീതിക്കുള്ള വാല്യൂസ് എന്താണെന്ന് എഴുതി വെക്കണം നിങ്ങൾ. കാരണം എല്ലാ മനുഷ്യന്മാർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസും ബിലീഫ്സ് ഒക്കെ ഉണ്ടാവും. അത് നോക്കണം. ദെൻ ഫിഫ്ത്ത് പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഫോർത്തിൽ പറയുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണാലിറ്റി. നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെല്ലാം ആവണമെന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണാലിറ്റിക്ക് ഞാൻ പറയുകയാണ്, ചില ഓർഗനൈസേഷൻ ഭയങ്കര ചില്ല് വൈബ് മൂഡ്, അടിച്ചുപൊളി പാർട്ടി മൂടാക്കാരം. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതുപോലത്തെ ആളല്ല വിചാരിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാരം. നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഒരാൾ കൂളായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആൾക്ക് എന്താ പറയുക, ഒരു ചില്ല് ഓഫീസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. എല്ലാ മനുഷ്യന്മാർക്കും സ്ട്രെങ്ത്തും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, സ്കില്ല്, എന്താ പറയുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, വാല്യൂസ്, പേഴ്സണാലിറ്റി, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കലാണ് സെൽഫ് അസസ്മെന്റ്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ടൊരു ബുക്ക് എടുത്തിട്ട് ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഈ കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ ഇനി ഇത് ഫസ്റ്റ് ഈ സെൽഫ് അസസ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഉള്ളതാണ് എന്ത്, ജോബ് ടാർഗറ്റിംഗ്. ഇത്രയും കാര്യം മനസ്സിലായി നിങ്ങൾ ജോബിനെ ടാർഗറ്റ് ചെയ്യണം. എനിക്ക് ഇന്ന ജോബാണ് വേണ്ടത്. അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് ജോബ് ടൈറ്റിൽ. നിങ്ങൾക്കൊരു ജോലി വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം എനിക്കൊരു അക്കൗണ്ടന്റ് ജോലി വേണം, എനിക്കൊരു മാർക്കറ്റിംഗ് ജോലി വേണം, മാർക്കറ്റ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് മാനേജർ, അല്ലെങ്കിൽ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആവണം, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോർ കീപ്പർ ആവണല്ലോ. ആ ഒരു എന്താ പറയുക, ജോബ് ടൈറ്റിൽ സ്പെസിഫിക്. എനിക്കൊരു ജോലി വേണമെന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് ഇന്ന ജോലി വേണമെന്നാണ് പറയേണ്ടത്. ഇനി നിങ്ങൾ നെക്സ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അത് മാത്രം കണ്ടെത്തിയ പോലെ നിങ്ങൾ ഏത് ഇൻഡസ്ട്രി സെക്ടർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ വേണം. ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മുകളിൽ ഇൻട്രസ്റ്റ് ചെയ്തിരുന്നതല്ലേ, ഇപ്പോൾ ഫുഡിങ് ആയിക്കോട്ടെ, ട്രാവലിംഗ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വണ്ടിപ്രാന്തന്മാരായിക്കോട്ടെ. ഈ വണ്ടിപ്രാന്തന്മാർക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും സുഖമുള്ള ജോബ് എന്താ കാര്യം, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ മാർക്കറ്റിംഗോ സെയിൽസിലോ അക്കൗണ്ട്സിലാകുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, ബോറടിക്കൂല. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവത്തിലാണ് സെക്ടറാക്കി ചൂസ് ചെയ്യുന്നത്. വണ്ടിപ്രാന്തനായിട്ടുള്ള ഒരാൾ ജ്വല്ലറി പോയിട്ട് സെയിൽസിന് ആൾക്ക് പ്രാന്തടിക്കൂലേ? മനസ്സിലായോ? അപ്പം നിങ്ങൾ ആ രീതിക്ക് നോക്കുക. അപ്പം നിങ്ങൾ ടൈം നോക്കാതെ വർക്ക് ചെയ്യും. അതാണ് ഇൻഡസ്ട്രി ഓർ സെക്ടർ എന്നുള്ളത്. ഇപ്പം എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫിനാൻസ് സെക്ടർ ഉണ്ടാവും, എഡ്യൂടെക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക റീറ്റെയിൽ, മാനുഫാക്ചറിങ്, ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ പല ടൈപ്പ് ഓഫ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ദെൻ തേർഡ് ആണ് കമ്പനീൻ്റെ ടൈപ്പ്. എല്ലാ കമ്പനികളും ഒരുപോലെ ആവില്ല. ചില സ്റ്റാർട്ടപ്പുകളാണെങ്കിൽ ചിലപ്പോൾ നിൽക്കാതെ പണിയെടുക്കേണ്ടി വരും. ചില MNC കമ്പനികളാക്കാരം, ചില ഗവൺമെൻറ് ആക്കാരം, NGO ആക്കാരം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കമ്പനി കൂടി മനസ്സിലാക്കണം കേട്ടോ. ദെൻ ലാസ്റ്റത്തെ വരാണ് നിങ്ങളുടെ എന്താ വർക്ക് സ്റ്റൈല്. എല്ലായിടത്തും ചിലപ്പോൾ എല്ലാ കമ്പനികളും ചിലപ്പോൾ ഓഫീസിലൊന്നും വർക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ആക്കാരം, ചിലപ്പോൾ ഹൈബ്രിഡ് ആക്കാരം. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ജോബ് ടാർഗറ്റ് ചെയ്യുമ്പോൾ നോക്കണം. ഏതൊക്കെയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ജോബ് ടൈറ്റിൽ, ഇൻഡസ്ട്രിയോ സെക്ടർ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റൈല്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വർക്കിംഗ് സ്റ്റൈൽ. ഈ കാര്യങ്ങളെക്കുറിച്ച് ക്ലിയർ ഐഡിയ കിട്ടണം. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ടാസ്ക്.
ക്ലിയർ ആണോ? ഒന്നാമത്തെ ടാസ്ക് രണ്ടാമത്തെ ടാസ്ക് ക്ലിയർ ആണെങ്കിൽ ഞാൻ മൂന്നാമത്തേലേക്ക് പോവാം. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തണം. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടും സെൽഫ് അസസ്മെന്റും കഴിഞ്ഞു, നിങ്ങൾക്ക് ജോബ് ടാർഗറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റ് റിസർച്ച് ആണ്. റിസർച്ച് പറഞ്ഞാൽ എന്താ? അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടിപ്രാന്തിന്റെ എക്സാമ്പിളിന് എടുത്തു പോകാം. ഞാൻ ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ജോലി വേണമെങ്കിൽ ഇന്ന സ്കിൽസ് വേണം, അല്ലെങ്കിൽ ഇന്ന എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾ പക്ക റിസർച്ച് ചെയ്യണം. ഇപ്പോൾ ടൊയോട്ടയിൽ വർക്ക് ചെയ്യണ പോലെ ആവില്ല ചിലപ്പോൾ കിയയിൽ വർക്ക് ചെയ്യണ പോലെ ടാറ്റയിൽ, ഇതൊക്കെ ഡിഫറൻ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഓവറോൾ ആ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണോ വർക്ക് കൾച്ചർ എന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാണ് മാർക്കറ്റ് റിസർച്ച്. ക്ലിയർ ആയോ? ഏത് ലൊക്കേഷനിലാണ് ജോബ് കൂടുതൽ ഉണ്ടാവുക? ഇപ്പം നിങ്ങളൊരു എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ജോലി കിട്ടൂല. ചെറുപ്പശ്ശേരി ഇരിക്കണ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഹൈദരാബാദും ബാംഗ്ലൂരൊക്കെയാണ് ചെന്നൈയിലൊക്കെയാണ് സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ടാവുക. അപ്പോൾ അവിടെ പോകേണ്ടി വരില്ലേ? അപ്പോൾ ഈ രീതിക്ക് ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തുക എന്നുള്ളതാണ്. ഈ മാർക്കറ്റ് റിസർച്ച് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ എന്ന് വെച്ചെങ്കിൽ സ്കിൽ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ സെൽഫ് അസസ്മെന്റ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് ടെക്നിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ് ഏത് സ്കിൽ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുക. ആ സ്കിൽ ഗ്യാപ്പ് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ക്യാപ്പബിൾ ആയി, ഞാനൊരു ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി എനിക്ക് കിട്ടി. പിന്നെ നിങ്ങൾ ബ്രാൻഡിങ് ചെയ്യണം, പേഴ്സണൽ ബ്രാൻഡിങ്. ഈ പേഴ്സണൽ ബ്രാൻഡിങ് എല്ലാവരും വിചാരം വീഡിയോയിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുക, അതല്ല. നിങ്ങളുടെ റെസ്യൂമെ, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒക്കെ എന്താണ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ നിങ്ങളെ പേഴ്സണലി ബ്രാൻഡ് ചെയ്യും. അപ്പോൾ അതിന് അടിപൊളിയാക്കുക. ലിങ്ക്ഡിൻ പ്രൊഫൈലിലൊക്കെ നിങ്ങൾ റിപ്പീറ്റേറ്റീവായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയിലുള്ള ആളുകളെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് ടൊയോട്ടയിൽ വർക്ക് ചെയ്യേണ്ടത്, ടൊയോട്ടയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ലിങ്ക്ഡിൽ ഉണ്ടാവില്ലേ? സംശയമല്ല, ലിങ്ക്ഡിൽ ഉണ്ടാവും. അവരെ ഫോളോ ചെയ്യുക. അവർ പറയുന്ന എന്താ പറയുക, അവരിടുന്ന പോസ്റ്റിനൊക്കെ വേണ്ടി ഞാൻ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടാണ്. ഒരു മാസമായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഞാൻ നോക്കൂല, അക്കൗണ്ട് തുറന്ന് നോക്കൂല, അയാൾ ഞാൻ നോട്ടീസ് ചെയ്യൂലേ. ഇപ്പം നിങ്ങളൊരു പേജിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണൊക്കെ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഡെയിലി ഒരു പാരഗ്രാഫ് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഉള്ള ആറാമത്തെ സ്റ്റെപ്പാണ് ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണം. നോർമലി ചെക്ക് ചെയ്ത് നടക്കില്ല, കാരണം ഒരുപാട് പേരാണ് ജോലി സെർച്ച് ചെയ്യുന്നത്. ഒരു സ്ട്രാറ്റജി വേണം. ഡെയിലി ഞാൻ അത്ര കമ്പനിക്ക് അപ്ലിക്കേഷൻ കൊടുക്കും, ഇത്ര കമ്പനിയിൽ ഫോളോ അപ്പ് ചെയ്യും, ഇത്ര ആളുകൾ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കും, ഇത്ര റെഫറൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ 6 സ്റ്റെപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അംബ്രാസ്കേട്ട് എൻ്റെ പ്രൊഫൈൽ കയറി ജസ്റ്റ് ഒരു DM മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഇന്ന പോയിന്റിൽ സ്റ്റക്കാണ്. നിങ്ങൾക്ക് CV ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരില്ല കേട്ടോ, നെറ്റ്വർക്ക് ചെയ്തില്ല. പക്ഷേ അതിന് വേണ്ട വഴികൾ എന്ത് ചെയ്ത് തരും, ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നാമത് പറഞ്ഞാൽ, ഒന്ന് സെൽഫ് അസസ്മെന്റ് ആണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് നിങ്ങൾ ജോബ് ടാർഗറ്റ് ചെയ്യണം, മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, സ്കിൽ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം, അതിനുശേഷം നിങ്ങൾ ബ്രാൻഡ് ചെയ്യണം, പിന്നെ സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും കാര്യം ചെയ്താൽ മാത്രം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വെക്കേണ്ട, 100% ഗ്യാരണ്ടിയാണ്. ഇപ്പം ഞാൻ ഏകദേശം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വാലിഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത് ഉപകാരപ്പെടുന്ന സംഭവമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ്സ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, വാട്ട് എവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുകയാണ് അതൊക്കെ ചെയ്യുക. താങ്ക് യു. നമുക്ക് ഗ്രോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ടൈപ്പ് ചെയ്തിട്ടോളൂ. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡൗട്ട്സോ ക്ലാരിറ്റിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.